Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്? Dietary services. പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ എവിടെ വരെ പഠിച്ചിരുന്നു? Low sodium diet. Example of different type of diet. Okay, example of different type of dietല് low sodium diet വരെ പറഞ്ഞു അല്ലെ? അപ്പോ എന്തായിരുന്നു കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്? ആരെങ്കിലും ഒരാൾ പറയോ? കാർഡിയാക് ഡയറ്റ് എന്തായിരുന്നു? ഹാർട്ട് ഹെൽത്തി ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോൾ എന്നിവയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർഡിയാക് ഡയറ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലോ സോഡിയം ഡയറ്റ് എന്തായിരുന്നു? ലോ സോഡിയം ഡയറ്റ് ഏത് പേഷ്യൻസിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഡയറ്റ് പ്രിഫർ ചെയ്യുന്നത്? ഹൈ ബി പി ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഹൈ ബി പി ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് അല്ലെ? ജിത്തു എന്ന് പറഞ്ഞേ, റീനൽ ഡയറ്റ് എന്താണ്? റീനൽ ഡയറ്റ് ജിത്തു വിജയ്. അത് കിഡ്നി ഡയറ്റ് ആണ്. റീനൽ ഡയറ്റിന് കിഡ്നി ഡയറ്റ് എന്ന് പറയും. അത് ഫ്ലൂയിഡ്സ്, മിനറൽസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ എന്തൊക്കെയാ പഠിച്ചത്? പഠിച്ചേ? ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ് പഠിച്ചു അല്ലെ? ആൻഡ് ഓൾസോ ആരാണ് ഡയറ്റീഷ്യൻ എന്ന് പഠിച്ചു. ആൻഡ് ഓൾസോ അവരുടെ കുറച്ച് ഡ്യൂട്ടീസും പഠിച്ചു അല്ലെ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ലോട്ട് സോഡിയം ഡയറ്റ് വരെയാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ്. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് 10 minutes നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ 4th one എഴുതിക്കോ നോട്ടില്ല. സോഫ്റ്റ് ഡയറ്റ് നമ്മൾ 3 എഴുതി അല്ലെ? കാർഡിയാക് ഡയറ്റ് എന്താണെന്ന് എഴുതി, റീനൽ ഡയറ്റ് എന്താണെന്ന് എഴുതി, ആൻഡ് ലോ സോഡിയം ഡയറ്റ് എന്താണെന്ന് എഴുതി. ഇനി 4th one ആണ് സോഫ്റ്റ് ഡയറ്റ്. 4th one സോഫ്റ്റ് ഡയറ്റ്. ഓക്കെ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചൂടെ? സോഫ്റ്റ് ഡയറ്റ് എന്നുള്ളത് എന്താണെന്നുള്ളത് അല്ലെ? അപ്പോ എഴുതിക്കോ, എ സോഫ്റ്റ് ഫുഡ് ഡയറ്റ്. എ സോഫ്റ്റ് ഫുഡ് ഡയറ്റ്. A soft food diet refers to a soft food diet refers to food that is soft in texture. Soft in texture. A soft food diet refers to food that is soft in texture and easy to digest. Okay, a soft food diet refers to food that is soft in texture and easy to digest. Okay, അപ്പൊ എന്താണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് വായിച്ചു നോക്കിയേ. സോഫ്റ്റ് ഡയറ്റ് എന്താണ് നമ്മൾ എഴുതിയത്? അങ്ങനെയുള്ള സോഫ്റ്റ് ഡയറ്റുകൾ എന്ന് പറയുന്ന ഇതിന്റെ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചൂടെ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെ, മൃദുവായിട്ടുള്ള ഘടനയുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം ഈ സോഫ്റ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡയറ്റ് ഡോക്ടേഴ്സ് ആർക്കൊക്കെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കായിരിക്കും അല്ലെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് എന്താ? വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ കഴിക്കാൻ പാടുള്ളൂ അല്ലെ? 1-2 ദിവസത്തേക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറയും അല്ലെ? അപ്പൊ അതെന്താണ്? ഒന്നില്ലെങ്കിൽ എന്താണ്, ബ്രെഡോ ബണ്ണോ അല്ലെങ്കിൽ ചെറിയ പൊടിയേരി കഞ്ഞികളോ അങ്ങനെയുള്ള ടൈപ്പുള്ള ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുക അല്ലെ? അപ്പൊ അതാണ് ഈ സോഫ്റ്റ് ഡയറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് പെട്ടെന്ന് ആ ഭക്ഷണം എന്ത് ചെയ്യണം? ദഹിക്കുകയും വേണം, വളരെ ഈസി ആയിട്ട് കഴിക്കാനും പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ് ടെക്സ്ചറുള്ള, അതുപോലെ തന്നെ ഈസി ടു ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളായിരിക്കണം സോഫ്റ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 5th one ഡയബറ്റിക് ഡയറ്റ്. എഴുതിക്കോ, 5th one ആണ് ഡയബറ്റിക് ഡയറ്റ്. ഡയബറ്റിക് ഡയറ്റ് 5th one ഏതാ? ഡയബറ്റിക് ഡയറ്റ് എഴുതുക.
A diabetic diet, a diabetic diet, a diabetic diet is a diet, is a diet, a diabetic diet is a diet that is used by, that is used by, that is used by people with diabetics, that is used by people with diabetics. Okay, അപ്പൊ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡയബറ്റിക് ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ വിത്ത് ഡയബറ്റിക്സ്. ഓക്കെ, ആരാണ് ഡയബറ്റിക്സ് എന്ന് പറയുന്ന പേഷ്യൻസ്? ഏതാണ്? പ്രമേഹ രോഗികൾ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയും? ഷുഗർ ഉള്ള പേഷ്യൻസ് എന്നൊക്കെ പറയില്ലേ? ഷുഗർ പേഷ്യൻസ് എന്ന് പറയുന്നത് പോലെ പ്രമേഹ രോഗികളാണ് അല്ലെ അവര്. അപ്പൊ അങ്ങനെയുള്ള ഡയബറ്റിക്സ് ഉള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികള് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. അതിന്റെയും പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാലോ. ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസ് എന്ത് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ബോഡിയിലുള്ള ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ തക്കതായിട്ടുള്ള ആഹാരങ്ങളായിരിക്കണം ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെ. അപ്പൊ ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഷുഗറിന്റെ അളവ് കുറവുള്ള രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കണം അവർ ഈ ഡയബറ്റിക് ഡയറ്റിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യും? അവരുടെ ബോഡിയിലെ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6th ഡയറ്റ് ഏതാണ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ്. എഴുതിക്കോ 6th വൺ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഓക്കെ, ഹൈ പ്രോട്ടീൻ ഡയറ്റ് എഴുതിക്കോ എന്താണെന്നുള്ളത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഈസ് എ ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഈസ് എ ഡയറ്റ് which contains, high protein diet is a diet which contains food which contains food rich in proteins, are beneficial for daily routines. High protein diet is a diet which contains food rich in proteins, are beneficial for daily routines, are beneficial for daily routines. Okay, ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്താണെന്ന് നോക്കിയേ. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഡയറ്റില് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയുള്ള ഫുഡ് ആയിരിക്കണം? റിച്ച് ഇൻ പ്രോട്ടീൻ അല്ലെ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുന്ന ഒരു ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാതെ ബെനിഫിഷ്യൽ ഫോർ ഡെയിലി റൊട്ടീൻസ് അല്ലെ. ദിനചര്യകള്, നമ്മുടെ ഡെയിലി ഉള്ള പ്രവർത്തനങ്ങള് ഒക്കെ അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഹൈ റിച്ച് ആയിട്ടുള്ള ഫുഡുകളായിരിക്കണം ഹൈ പ്രോട്ടീൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആർക്കാണ് കൂടുതലും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസ് കൺസൾട്ട് ചെയ്യുന്നത്? പ്രോട്ടീൻ ഡയറ്റുകൾ എടുക്കുന്ന മാൽ ന്യൂട്രീഷൻസ് ഉള്ളവർക്ക്. ഓക്കെ, വേറെ ആർക്കൊക്കെയാ പ്രിഫർ ചെയ്യുന്നത്? വേറെ ആർക്കും പ്രിഫർ ചെയ്യില്ല. പ്രോട്ടീൻ ഡയറ്റുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ ഷേക്കുകളൊക്കെ കുടിക്കുന്നത് ആരാണ്? ആർക്കും അറിയില്ല. ബോഡി ബിൽഡേഴ്സ് ഒക്കെ കഴിക്കുന്നില്ലേ? അതെ, ജിമ്മിലുള്ള. യെസ്, ശരിയാണ്. അപ്പൊ എന്താണ്? പ്രോട്ടീൻ റിച്ച്, അതെ വർക്ക്ഔട്ട് ചെയ്യുന്നവർ അല്ലെ. അപ്പൊ അവർക്കൊക്കെ കൂടുതലും എന്താണ്? പ്രോട്ടീൻ ഹൈ റിച്ച് പ്രോട്ടീൻ ഉള്ള ഫുഡുകളാണ് കൂടുതലും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താണ്? ഹൈ പ്രോട്ടീൻ ഡയറ്റുകളാണ് കൂടുതലും ഉൾപ്പെടുത്താറ്. അവരുടെ ഒരു ഡയറ്റിംഗ് രീതി എന്ന് പറയുന്നത് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? 7th നോക്കിയേ, ലിക്വിഡ് ഡയറ്റ്. എന്താണ് ലിക്വിഡ് ഡയറ്റ് എന്ന് എഴുതി വെച്ച്? ലിക്വിഡ് ഡയറ്റ് എന്താണ്? ലിക്വിഡ് ഡയറ്റ്, ലിക്വിഡ് എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ. അതെന്താണ്? ദ്രാവകപരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കും അല്ലെ. അവിടെ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല, പാർട്ടിക്കിൾസ് അല്ല, പകരം എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും അവര് കഴിക്കുന്നത്. അപ്പൊ ലിക്വിഡ് ഡയറ്റ് എന്താന്ന് എഴുതിക്കോ. എ ഫുൾ ലിക്വിഡ് ഡയറ്റ്, a full liquid diet means a person eats
eats no solid foods. A person eats no solid foods and only consumes liquid such as a soups soups and juices. ഒന്നുകൂടി വായിക്കാം. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫുൾ ലിക്വിഡ് ഡയറ്റ് മീൻസ് എ പേഴ്സൺ ഈറ്റ്സ് നോ സോളിഡ് ഫുഡ്സ് ആൻഡ് ഓൺലി കൺസ്യൂംസ് ലിക്വിഡ്സ് സച്ച് ആസ് എ soups and juices. ഓക്കെ, അപ്പൊ ലിക്വിഡ് ഡയറ്റ് ആയിട്ടുള്ളവര് അവരുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഫുൾ ലിക്വിഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? അവര് സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒന്നും കഴിക്കില്ല, അല്ലെ? അതായത് കട്ടിയുള്ള ആഹാരങ്ങൾ ഒന്നും കഴിക്കില്ല, അല്ലെങ്കിൽ ഘനപദാർത്ഥങ്ങൾ അല്ലെ സോളിഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാതെ എന്ത് മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുക? ലിക്വിഡ് ആയിട്ടുള്ള സൂപ്പുകളോ ജ്യൂസസോ വാട്ടറോ അങ്ങനെയുള്ള കണ്ടൻസ് ഉള്ള മാത്രം വാട്ടർ കണ്ടന്റുള്ള ഐറ്റംസ് മാത്രം കഴിച്ചുകൊണ്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരെയാണ് ലിക്വിഡ് ഡയറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതലും ഈ ലിക്വിഡ് ഡയറ്റ് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ വളരെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആളുകൾ, അപ്പൊ അവർക്ക് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ നമുക്ക് ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ട്യൂബുകളിലൂടെ ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ എന്താണ്, അവർക്ക് ഇങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുത്താല് അവർക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ ജ്യൂസസ് ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പുകളായിട്ടോ അങ്ങനെയുള്ള അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി അടിച്ച് അല്ലെ അങ്ങനെയുള്ള രീതിയിലൊക്കെ അല്ലെ നമ്മൾ ട്യൂബുകളിലൂടെ ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൂടുതലും ഡോക്ടേഴ്സ് ലിക്വിഡ് ഡയറ്റ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 7 ടൈപ്സ് ഓഫ് എന്താണ് ഡയറ്റുകൾ നമ്മൾ പഠിച്ചു, അല്ലെ? കാർഡിയാക് ഡയറ്റ് എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഹൃദയവുമായി ബന്ധപ്പെട്ടതായിരുന്നു, അല്ലെ? റീനൽ ഡയറ്റ് എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? വൃക്ക, അല്ലെ? വൃക്കയുമായിട്ട് അല്ലെങ്കിൽ വൃക്ക രോഗികള് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു ഡയറ്റ് ആയിരുന്നു. ലോ സോഡിയം ഡയറ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് അല്ലെ സോഡിയം കുറവുള്ള ഫുഡുകൾ കഴിക്കാൻ ഉൾപ്പെടുന്ന ഒരു ഡയറ്റ് ആണ് ലോ സോഡിയം ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് എങ്ങനെയാണ്? വളരെ മൃദുവായിട്ടുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്ന അല്ലെ ദഹനങ്ങൾ പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും സോഫ്റ്റ് ഡയറ്റിൽ ഉൾപ്പെടുന്നത്. അത് ആർക്കൊക്കെ വേണ്ടിയിട്ട്? ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനാണെങ്കിലാണ് കൂടുതൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറ്. ആൻഡ് ഓൾസോ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്ന ആർക്കായിരിക്കും? ഡയബറ്റിക് ഉള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ആൻഡ് ഹൈ പ്രോട്ടീൻ ഡയറ്റുകൾ ആർക്കാണ്? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളായിരിക്കണം ഇവർക്ക് ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. പ്രധാനമായിട്ടും ന്യൂട്രീഷൻസ് ഉള്ളവർക്കുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെ ഇതിപ്പോ ജിമ്മിലുള്ള അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സിന് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ലിക്വിഡ് ഡയറ്റുകൾ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മാത്രം കൺസ്യൂം ചെയ്യുന്ന അല്ലെ സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഒന്നും അവർ കഴിക്കുന്നില്ല, ഓൺലി ലിക്വിഡ് ആയിട്ടുള്ളത് മാത്രം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയുള്ളവരായിരിക്കും? കൂടുതലായിട്ടും എന്താണ് ഇങ്ങനെയുള്ള സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സ്വയമേ കഴിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കിടപ്പ് രോഗികളോ ഒക്കെ ആയവർക്കാണ് കൂടുതലും ഡോക്ടേഴ്സ് ട്യൂബുകളിലൂടെയൊക്കെ ഇങ്ങനെയുള്ള ലിക്വിഡ് ഡയറ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡയറ്റുകൾ മനസ്സിലായോ? എല്ലാത്തിന്റെയും പോയിന്റ്സ് കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പൊ ദെൻ ലൊക്കേഷൻ ആൻഡ് ഡിസൈനിലോട്ട് കിടക്കാം. ലൊക്കേഷൻ നെക്സ്റ്റ് വൺ ആണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഏതൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മളിപ്പോ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു, അതിലെല്ലാത്തിലും എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലൊക്കേഷൻ പഠിക്കുന്നില്ലേ? ഡിപ്പാർട്ട്മെന്റിൽ എവിടെയായിരിക്കണം ഹോസ്പിറ്റലില്, അതിന്റെ സ്ഥാനം ഏത് ഭാഗത്തായിട്ടായിരിക്കണം എന്നുള്ളത് പഠിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അതിന്റെ ഒരു ഡിസൈനും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ ആൻഡ് ഡിസൈനില് നമ്മുടെ ഡയറ്ററി സർവീസസുമായി ബന്ധപ്പെട്ട ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നാണ് നോക്കിയേ. ഇറ്റ് ഈസ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ that this department preferably located. എവിടെയായിരിക്കണം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരിക്കണം, അല്ലെ? മറ്റു 2-3 ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചപ്പോഴും നമ്മൾ എവിടെ തന്നെയായിരിക്കണം എന്നാ പറഞ്ഞേ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്, അല്ലെ? കാരണം എന്താ? പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എന്താ ഈസിലി നമ്മൾ ആക്സസിബിൾ ചെയ്യാനും പെട്ടെന്ന് എത്തിച്ചേരാനും പിന്നെ എന്താ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക്
ഒത്തിരി സമയം നഷ്ടപ്പെടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കണമെന്ന് പറയുന്നത്. അല്ലെ, ഇവിടെയും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എവിടെ തന്നെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. എന്നാൽ ചില ഹോസ്പിറ്റലുകളിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ. കാരണം എന്താ, അവരുടെ സ്ഥല പരിമിതികൾ മൂലം എന്താണ് മേജർ ആയിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ അതിന് അവിടെ തന്നെ പൊസിഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ സമയം അല്ലെങ്കിൽ എന്താണ് സമയം ഒരുപാട് കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ കാഷ്വാലിറ്റിയോ അങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് കെയറുകൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് അവരെന്ത് ചെയ്യും? ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കും. അതിനുശേഷം ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യും? അവരുടെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോ സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ഒക്കെ ആവാറുണ്ട്. അപ്പൊ അതൊരു ഹോസ്പിറ്റലിന്റെ സ്പേസിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു നല്ല അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരെണ്ണം വേണ്ടത്, അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്? കാരണം ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാണ് അല്ലെ, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം ഭക്ഷണ സാധനങ്ങൾ വരുന്നുണ്ട് അല്ലെ, കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യാനും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്താണ്? ഏറ്റവും താഴത്തെ നിലയിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ആണ് അവിടെ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസൈൻ ആണ്. അതായത് അതിന്റെ രൂപകൽപ്പന, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ രൂപകൽപ്പനയും ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ്, ഭൗതിക സൗകര്യങ്ങൾ അല്ലെ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഫിസിക്കലായിട്ട് എന്തൊക്കെ, ഭൗതികപരമായിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതിന്റെ ആ ഒരു രൂപകൽപ്പന എങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എന്നുള്ളതിനനുസരിച്ച് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ് അല്ലെ. അപ്പൊ ഏതൊരു ഡിസൈൻ അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസും അതിന്റെ ഡിസൈനും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് അവിടുത്തെ സ്റ്റാൻഡേർഡ് അല്ലെ, നിലവാരം എന്തിന്റെയാണ്? ഫുഡ് സർവീസ്, ഭക്ഷണം സേവനങ്ങൾ ചെയ്യുന്നതിന്റെ നിലവാരം, അതുപോലെ അവിടുത്തെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ശമ്പളം അല്ലെ, സാലറിയാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ മൊറൈൽ ഓഫ് എംപ്ലോയീസ്, എന്താണ് മൊറൈൽ എന്ന് പറയുന്നത്? മനോവീര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ന് നമുക്ക് പറയാം. മൊറൈൽ എന്ന് പറയുന്നത് മൊറൈൽ ഓഫ് എംപ്ലോയീസ്, മനോവീര്യം, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ മനോവീര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ്. അപ്പൊ ഇങ്ങനെയുള്ള നമുക്കറിയാം, നമ്മൾ വലിയൊരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതേ ടൈം നമ്മൾ ചെറിയ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് വലിയ ഹോട്ടലിലൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? അവിടുത്തെ ആ ഹോട്ടലിന്റെ ഡിസൈനും ഫെസിലിറ്റീസും എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കില്ലേ അല്ലെ. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോട്ടലുണ്ടല്ലോ, 5 സ്റ്റാർ ഹോട്ടലേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും അവിടെ അല്ലെ. അപ്പൊ രണ്ട് ഹോട്ടൽസിന്റെയും, സാധാരണ ഒരു ഹോട്ടലിന്റെയും വലിയൊരു ഹോട്ടലും തമ്മിൽ അവരുടെ ഫിസിക്കൽ ഫെസിലിറ്റീസിൽ വ്യത്യാസമുണ്ട് അല്ലെ, അവരുടെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അതുപോലെ അതോടൊപ്പം തന്നെ എന്താണ്, ആ ഡിസൈൻസും ഫെസിലിറ്റീസും കൂടുന്നതിനനുസരിച്ച് അവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഭക്ഷണപരമായിട്ടുള്ള സേവനങ്ങൾ എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിരിക്കും അല്ലെ, കുറച്ചും കൂടി എന്താണ്, നിലവാരമുള്ള രീതിയിലല്ലേ അവരിപ്പോ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതായിക്കോട്ടെ, ഫുഡ് പ്രസന്റ് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ ഏതൊരു കാര്യത്തിനും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ടാവും അല്ലെ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ അപ്പൊ മറ്റേ സാധാരണ ഒരു ചെറിയ കട അപേക്ഷിച്ച് നോക്കുമ്പോഴോ ആ ചെറിയ കടയിൽ അത്രയധികം ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അതിന്റെ ഡിസൈൻ ഒക്കെ എന്താണ്, സാധാ ഒരു ചെറിയ കടയായിരിക്കും അല്ലെ, വലിയ എന്താണ് ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കടയാകുമ്പോ അതിനനുസരിച്ച് അവിടുത്തെ എന്താണ് നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫുഡ് സർവീസിന് കുറവായിരിക്കും അല്ലെ. അത് നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ വലിയ കടകളിലാണെങ്കിൽ, വലിയ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഹോട്ടൽസിലെ അവരുടെ ലേബർ ചാർജ് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന സ്റ്റാഫുകളുടെ ലേബർ ചാർജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന്റെ സാലറീസ് എന്ന് പറയുന്നതും അവരുടെ ആ ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് കൂടുതൽ തന്നെയായിരിക്കും അല്ലെ. ഓൾസോ അവിടുത്തെ എംപ്ലോയീസിന്റെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരിക്കും? വളരെ നല്ല പ്ലസന്റ് ആയിട്ടല്ലേ നമ്മൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് സെർവ് ചെയ്യുമ്പോഴായിരിക്കും, അതുപോലെ തന്നെ അവിടെ എന്തൊരു ഫെസിലിറ്റി ആണെങ്കിലും എങ്ങനെയാണ് അവിടുത്തെ സ്റ്റാഫുകൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അത് ആ ഒരു ഹോട്ടലിന്റെ ഫെസിലിറ്റീസും അതുപോലെ അതിന്റെ ഡിസൈൻസും ഒക്കെ അത്രയധികം മികച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരവും എല്ലാ മേഖലയിലുള്ള നിലവാരവും അതിനനുസരിച്ച് മെച്ചപ്പെട്ടതായിരിക്കും. അതേസമയം ചെറിയൊരു ഹോട്ടൽ എടുത്ത് നോക്കുമ്പോഴോ അവിടുത്തെ അതിന്റെ ഫെസിലിറ്റീസും ഡിസൈനും ഒക്കെ എങ്ങനെയായിരിക്കും? വളരെ സാധാരണ അല്ലെ, സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആയിക്കോട്ടെ, അവരുടെ സാലറി എങ്ങനെയായിരിക്കും? അത്ര വലിയ ഹൈ എമൗണ്ട് ആയിട്ടുള്ള സാലറീസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവിടെ ഫുഡ് സർവീസ്
അല്ലെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ട സേവനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, വളരെ മികച്ച രീതിയിലൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുപോലെ അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയായിരിക്കും, നമ്മളെ എപ്പോഴും പ്രസന്റ് ചെയ്ത് സ്വീകരിക്കാനൊക്കെ അവർക്ക് നേരം ഉണ്ടാവോ? അതിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഒരു ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനും ഫിസിക്കൽ ഫെസിലിറ്റീസും എത്രത്തോളം നന്നായി ഉയർന്നു വരുന്നു, അതിനനുസരിച്ച് അവിടുത്തെ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡ്, ലേബർ കോസ്റ്റിന്റെ സ്റ്റാൻഡേർഡ്, ഇനി എംപ്ലോയീസിന്റെ മൊറൈൽ ഓഫ് എംപ്ലോയീസ്, അവരുടെ ആ ഒരു കോൺഫിഡൻസ് എന്നിവയിൽ എല്ലാത്തിനും എന്തുണ്ടാവും? വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ എത്രത്തോളം മികച്ചതാണ് അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഡിസൈൻ എന്നതിനനുസരിച്ച് ഇവരുടെ ഈ സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ ഉയരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ, സ്റ്റാഫിങ്. എന്താണ്? നമ്മുടെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകള് അവരുടെ വർക്കിംഗ് ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ബ്ലഡ് ബാങ്ക് പഠിച്ചില്ലേ? ഇവിടെ എന്താണ് പഠിച്ചത്? അവിടെ ഒരു ഓർഗാനോഗ്രാം ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഓരോരുത്തരുടെയും സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ അതെന്താന്ന് നോക്കിയേ, ഫസ്റ്റ് വൺ ആരാ വരുന്നത്? ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഹെഡ് ആയിട്ട് വരുന്നത് ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. ഓക്കെ, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് വരുന്നു. അതിന് കീഴിലായിട്ട് ആര് വരുന്നു? ചീഫ് ഡയറ്റീഷ്യൻ വരുന്നു. ആ ചീഫ് ഡയറ്റീഷ്യന് താഴെയായിട്ട് ആര് വരുന്നുണ്ട്? ഡയറ്റീഷ്യൻസ് വരുന്നുണ്ട്. അതിനുശേഷം ആരാ വരുന്നത്? സൂപ്പർവൈസേഴ്സ് ഉണ്ട് അത് മോണിറ്റർ ചെയ്യാനായിട്ട്. ഇനി ഈ സൂപ്പർവൈസേഴ്സ് രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെയാണ് മോണിറ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ആരൊക്കെയാണ്? കുക്ക് വരുന്നുണ്ട്. കുക്കിന് കീഴിലായിട്ട് ആര് വരുന്നുണ്ട്? അസിസ്റ്റന്റ് കുക്ക് വരുന്നുണ്ട്. ബെയറേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ ബെയറേഴ്സ്? നമ്മൾ ഹോട്ടലിലൊക്കെ, വലിയ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പറയല്ലേ ബെയറേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന കേട്ടാറില്ലേ? ആരാണ്? ഫുഡ് സെർവ് ചെയ്യുന്ന ആളുകൾ അല്ലെ? ഫുഡ് സെർവ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകളെയാണ് ബെയറേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ബെയറേഴ്സ് ഉണ്ട്. then എന്താ? ക്ലീനേഴ്സ്. ബെയറേഴ്സിന് കീഴിലായിട്ട് വരുന്നവരാണ് ക്ലീനേഴ്സ്. അറിയാലോ, നമ്മൾ ഫുഡ് സെർവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യാൻ വരാറുണ്ടോ? വേറൊരാളല്ലേ ക്ലീൻ ചെയ്യാൻ നിർത്തിയേക്കാം അവര്. അപ്പൊ ബെയറേഴ്സ് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് അവരുടെ ഫ്രണ്ടിലേക്ക് സെർവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. കുക്കുകളാണെങ്കിലോ ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത്. മെയിൻ കുക്ക് ഉണ്ടാവും അല്ലെ? അവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള കുക്കുകൾ ഉണ്ടാവും. then എന്താ? ബെയറേഴ്സിന്റെ കീഴിലാണെങ്കിൽ അവര് ഫുഡ് സെർവ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലേറ്റുകളും അതുപോലെ ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവിടെ ക്ലീനേഴ്സും ഉണ്ടാവും അല്ലെ? അപ്പൊ ഇത്രയും പേരടങ്ങിയ ഒരു സ്റ്റാഫിംഗ് ആണ് ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ആരാ? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. അതിന്റെ കീഴിൽ വരുന്ന ആരാ? ചീഫ് ഡയറ്റീഷ്യൻ വരും. അതിന് കീഴിൽ ഡയറ്റീഷ്യൻ ഉണ്ടാവും. then അതിന് കീഴിലായിട്ട് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. സൂപ്പർവൈസേഴ്സ് രണ്ട് വിഭാഗക്കാരെയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത്, കുക്കിനെയും ബെയറേഴ്സിനെയും. കുക്കിന് കീഴിലായിട്ട് അസിസ്റ്റന്റ് കുക്കുകൾ ഉണ്ടാവും. ബെയറേഴ്സിന് കീഴിലായിട്ട് ക്ലീനേഴ്സ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഇനി ഡയറ്റീഷ്യന്റെ റോൾ എന്താണ് നോക്കണേ. അപ്പൊ 4 പോയിന്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്താ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. സെക്കൻഡ് വൺ ഡയറ്റ് കൗൺസിലിംഗ്. തേർഡ് വൺ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. ആൻഡ് ഫോർത്ത് വൺ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഡയറ്റീഷ്യൻ, റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് പ്രധാനമായിട്ടും 4 പോയിന്റ്സിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 4 എണ്ണമാണ്. എന്താണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് വരുന്നുണ്ട്, ഡയറ്റ് കൗൺസിലിംഗ് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആയിരുന്നു അല്ലെ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യൻസ് പറഞ്ഞാൽ ആരാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്? ഏത് വിഭാഗം? ഹോസ്പിറ്റലിൽ വരുന്ന ഏത് വിഭാഗത്തെ നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയാ? ഏത് വിഭാഗമാണ്? അവിടെ ഹോസ്പിറ്റലിൽ താമസിച്ച് ചികിത്സ ചെയ്യുന്ന ആളുകളാണ് അല്ലെ? അപ്പൊ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? അവിടുത്തെ ട്രീറ്റ്മെന്റ് അഡ്മിഷൻ എടുത്ത ആൾക്കാർ. യെസ്, അത് തന്നെ, അഡ്മിഷൻ എടുത്ത് അവിടെ എന്താ ട്രീറ്റ്മെന്റുകൾ അവിടെ എങ്ങനെയാണ്? ഹോസ്പിറ്റലിൽ താമസിച്ചുകൊണ്ടാണ്. അതെ, അഡ്മിറ്റ് ചെയ്തിട്ട് ശേഷം അവരെന്ത് ചെയ്യുന്നു? അഡ്മിറ്റ് ചെയ്ത ആൾക്കാരാണ്. അവര് അവിടെ താമസിച്ചുകൊണ്ടാണ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റുകൾ നടത്തുന്നത്. അപ്പൊ അവരെയാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണത്തിന്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ റോൾ ഓഫ് എന്താണ്? പേരിൽ നിന്ന് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ റോൾ ഓഫ് ഡയറ്റീഷ്യൻസിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഫസ്റ്റ് നോക്കിയേ, ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യൻസ് who are admitted in the hospital. എന്താണ്? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് അല്ലെ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് ഭക്ഷണങ്ങൾ നൽകുക എന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. ആദ്യമായി പറയുന്ന പോയിന്റ് എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് ഭക്ഷണങ്ങൾ നൽകുക.
then it should be a balanced diet. ഇനി ഇത് എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം നൽകേണ്ടത്? എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരമായിരിക്കണം നൽകേണ്ടത്. that provides sufficient calories, അല്ലെ, ആവശ്യമായിട്ടുള്ള എല്ലാ കലോറീസും അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു സമീകൃത ആഹാരമായിരിക്കണം ആർക്ക് നൽകേണ്ടത്? ഈ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് നൽകേണ്ടത്. ഇനി എന്തൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം അവിടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കേണ്ടത് നോക്കിയേ. കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഡിസീസ്, രോഗാവസ്ഥ എന്താണോ അതിന്റെ രോഗാവസ്ഥയുടെ തരം എന്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്തിരിക്കണം. ആരുടെയാണ് അവിടെ താമസിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ രോഗാവസ്ഥ എന്ത് തരമാണ്, അവരുടെ രോഗാവസ്ഥയുടെ തരം, സ്വഭാവം എന്നിങ്ങനെ കൺസിഡർ ചെയ്യണം. അതുപോലെ ഇനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്, ഇനി അവർക്ക് അവരുടെ ഫുഡ് ഹാബിറ്റിൽ നിന്നും ഇനി എന്തെങ്കിലും തരത്തിലുള്ള പോഷകാഹാരങ്ങൾ ആവശ്യമായിട്ട് അവരുടെ ബോഡിയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി ഇനി എക്സ്ട്രാ എന്തെങ്കിലും ന്യൂട്രീഷണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ അവർക്കുണ്ടോ അത് ഉൾപ്പെടുത്തി ഫുഡ് തയ്യാറാക്കണം. അതുപോലെ എന്താ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ദ സ്റ്റേറ്റ്, അല്ലെ, ഓരോ സംസ്ഥാനങ്ങളിലും അവരുടേതായ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. അല്ലെ, ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കോ നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്താല് അല്ല, വ്യത്യസ്തമായിരിക്കും. അല്ലെ, നമ്മൾ കൂടുതലും അരി ആഹാരങ്ങളാണ് കഴിക്കുന്നത്, അവർ കൂടുതലും ഗോതമ്പ് പോലെയുള്ള ഐറ്റംസ് ആയിരിക്കും അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും താമസിക്കുന്ന അവരുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഏത് സ്റ്റേറ്റിലാണോ അവർ താമസിക്കുന്നത് ആ പേഷ്യന്റ് അതിനനുസരിച്ച് അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചായിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്? ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകേണ്ടത്. അല്ലെ, അപ്പൊ എപ്പോഴും ഈ ഡയറ്റീഷ്യന്റെ റോളാണ് ഇതൊക്കെ കേട്ടോ. ഡയറ്റീഷ്യൻസ് എങ്ങനെയായിരിക്കണം, എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുക. എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കും നൽകേണ്ടത്? ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരമായിരിക്കണം. ആവശ്യമായിട്ടുള്ള എല്ലാ കലോറീസും അടങ്ങിയിട്ടുള്ള ഒരു സമീകൃത ആഹാരമായിരിക്കണം ഈ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നൽകേണ്ടത്. ഇനി എങ്ങനെയൊക്കെ ആയിരിക്കണം നൽകേണ്ടത്? ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് എന്തൊക്കെ കൺസിഡർ ചെയ്തിരിക്കണം? ആ പേഷ്യന്റിന്റെ രോഗാവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥയുടെ തരം എന്താണെന്ന് കൺസിഡർ ചെയ്യണം. അതുപോലെ ഇനി എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. അതുപോലെ ആ പേഷ്യന്റ് ഏത് സ്റ്റേജിലാണോ താമസിക്കുന്നത് അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രിപ്പയർ ചെയ്യാനും അത് അവർക്ക് അതിനനുസരിച്ചുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനും. ക്ലിയർ ആയോ? ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ? നെക്സ്റ്റ് വൺ എന്താ? ഡയറ്റ് കൗൺസിലിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇൻപേഷ്യന്റിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇനി ഡയറ്റ് കൗൺസിലിംഗ് നേരെ തിരിച്ച് ആർക്കായിരിക്കും? ഔട്ട് പേഷ്യൻസിനായിരിക്കും. അപ്പൊ ഔട്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളെടുത്താണ് ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ. ഔട്ട് പേഷ്യന്റ് ആരായിരിക്കും? ഇൻപേഷ്യന്റ് ആരാണ് നിങ്ങൾ പറഞ്ഞു അല്ലെ? അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ആണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ ഔട്ട് പേഷ്യൻസ് ആരായിരിക്കും? ഔട്ട് പേഷ്യൻസ് അതെ, വന്നു പോകുന്നവരാണ്. ശരിയാണ്, വന്നു പോകുന്നവരാണ് അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഫീവറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യും. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടതായിട്ടുള്ള മെഡിക്കേഷൻസ്, മരുന്നുകൾ ഏതാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്താണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് കുറിപ്പ് എഴുതി തരും. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള മെഡിക്കേഷൻസ് ഒക്കെ മെഡിസിൻസ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോരുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്, വന്നു പോകുന്നവരാണ് ഈ ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. അവരവിടെ എന്ത് ചെയ്യുന്നില്ല? താമസിച്ച് ചികിത്സ നൽകുന്നില്ല. അപ്പൊ ഔട്ട് പേഷ്യൻസ് വന്നു പോകുന്ന അങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അവരുടെ ഡയറ്റുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ക്യാൻ ബി ഗിവൺ ആസ് എൻ ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ. വന്നു പോകുന്ന ഇങ്ങനെയുള്ള രോഗികൾക്ക് എന്ത് ചെയ്യുന്നു? അവിടെ ഡയറ്റ് ക്ലിനിക്കുകൾ ഉണ്ടാവുന്നു. അവർക്ക് എന്തിനു വേണ്ടിയിട്ടാ? ഡയറ്റുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. Then when patients are referred by dietitians to calculate their dietary needs in view of the body weight. അപ്പൊ എവിടെയാണ് നമ്മൾ ഇതുപോലെ ഇപ്പൊ ഒരു ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും. നിങ്ങളൊന്ന് അസ്യൂം ചെയ്യാം, ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്
ഹോസ്പിറ്റലിൽ വന്നു, എന്താണ് ക്ലിനീഷ്യൻ അല്ലെങ്കിൽ അവിടുത്തെ ഏതാണോ ക്ലിനിക്കിൽ ഇരിക്കുന്ന ആ ഒരു ഫിസിഷ്യൻ അദ്ദേഹത്തെ കാണുന്നു. അതിനുശേഷം എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് ആ ഒരു കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തേച്ചും അദ്ദേഹം ആ ഒരു ഡയബറ്റിക്കുമായിട്ട് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ത് ചെയ്യും, ഡയറ്റീഷ്യന് റെഫർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ, ഇവരുടെ ഫുഡിൽ ഇവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒന്ന് ബോധവൽക്കരണം നേടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഡയറ്റീഷ്യൻസിന്റെ അവിടേക്ക് റെഫർ ചെയ്യും. അപ്പൊ ഈ പേഷ്യന്റ് എന്ത് ചെയ്യും, ഓൾറെഡി നേരെ പോയി ഇവിടെ പോകും, ഡയറ്റീഷ്യൻസിന്റെ ക്ലിനിക്കുകളിലോട്ട് പോകും അല്ലെ. ഇതൊക്കെ ഹോസ്പിറ്റലിൽ ഓരോ കൺസൾട്ടേഷൻ ആണ് കേട്ടോ. അപ്പൊ ഡയറ്റീഷ്യൻസിലോട്ട് പോകും. അവരെന്ത് ചെയ്യും, പേഷ്യൻസിന്റെ ബോഡി വെയിറ്റും അതുപോലെ അവരുടെ രോഗത്തിന്റെ കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നൽകുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അത് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് ഈ ഡയറ്റ് കൗൺസിലിംഗിൽ നമ്മൾ ഇവിടെയും പറയുന്നത്. എന്താണ്, ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഡയറ്റ് ക്ലിനിക്കുകളായിട്ടാണ് ഇവിടെ ഡയറ്റീഷ്യൻസ് പ്രവർത്തിക്കുന്നത്. ക്ലിനിക്കുകളിൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഔട്ട് പേഷ്യന്റ് ആയി വന്നു പോകുന്ന രോഗികൾക്ക് എന്താണ് ഡയറ്റുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി അവിടെ എന്താണ് ഡയറ്റീഷ്യൻസ് ആവശ്യമായിട്ടുള്ള അവരുടെ ഡയറ്ററി നീഡ്സ്, അവരുടെ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്കുള്ളത് അതിനനുസരിച്ച് ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകണം. ഇനി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നൽകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് നോക്കിയേ, ഇൻ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ് അല്ലെ. ആ പേഷ്യന്റിന്റെ ബോഡി വെയിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് വേണം പ്ലാൻ തയ്യാറാക്കാൻ. നെക്സ്റ്റ് എന്താ, അണ്ടർലൈൻ ഡിസീസ് അല്ലെ. ഇപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞു, എന്താണ് ആ രോഗിയുടെ രോഗാവസ്ഥ എന്താണ്, ഇതിനനുസരിച്ച് വേണം ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഒരു നോർമൽ ഫുഡ് ഹാബിറ്റ് ഉണ്ടാവും, അതിനനുസരിച്ച് വേണം അല്ലെ. അങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ് നല്ല രീതിയിൽ റെഡി റൊട്ടീൻസ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അധികം മാറ്റങ്ങളൊന്നും വരുത്തുന്ന കാര്യമില്ല. അതേസമയം എന്താണ്, ഒരു ഡയറ്റും ഫോളോ ചെയ്യാതെ കിട്ടുന്നതൊക്കെ കഴിക്കുന്ന ഒരു ടൈപ്പുള്ള ആളുകളാണെങ്കിലോ അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റിൽ നിന്ന് വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുപോലെ എന്താ, അവൈലബിലിറ്റി ആൻഡ് അക്സബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻസ് അല്ലെ. എന്തൊക്കെയാണ്, പലതരത്തിലുള്ള വേരിയസ് ഫുഡ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. അതിന്റെ അവൈലബിലിറ്റി, അതായത് ഇപ്പൊ ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്തു, ആ ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കുറെ ഐറ്റംസ് ഒക്കെ ഈ ഡയറ്റീഷ്യൻ അതിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ഈ സാധനങ്ങളൊന്നും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എങ്ങനെയാണ് ഈ ഉൾപ്പെടുത്തുന്ന ഫുഡ് ഐറ്റംസ് നമ്മുടെ ലോക്കൽ ഏരിയാസിൽ അവൈലബിൾ ആണോ എന്നുള്ളതൊന്ന് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ എന്താ, എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ചിലവർക്കൊരു സ്വഭാവം ഉണ്ട് അല്ലെ, അവരെല്ലാം കഴിക്കുന്നവരാണെന്നില്ല. ചിലവർ ചില വെജിറ്റബിൾസ് കഴിക്കില്ല, ചില ഫ്രൂട്ട്സ് കഴിക്കില്ല, അല്ലെങ്കിൽ ചില വേറെ എന്തെങ്കിലും മറ്റു ഫുഡ് ഐറ്റംസ് ഒന്നും ചിലത് കഴിക്കാത്തതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആ ഒരു പേഷ്യന്റിന് ഈ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അത് സ്വീകാര്യമാണോ, അതാണ് അക്സെപ്റ്റബിൾ ആണോ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യണം. ആൻഡ് ഓൾസോ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ് അല്ലെ. എക്കണോമിക് കണ്ടീഷൻ നോക്കണ്ടേ, സാമ്പത്തിക സ്ഥിതി, ഓരോ പേഷ്യന്റിന്റെയും സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നതിനനുസരിച്ച് വേണം അവിടെ ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കാനായിട്ട് അല്ലെ. അതായത് ഇപ്പൊ ഒരു വലിയ എന്താണ്, ഒരു നല്ല എക്കണോമിക് ഇത്തിരി സാമ്പത്തിക സ്ഥിതി ഉയർന്ന നിലയിലുള്ള ആളുകൾക്കാണെങ്കിൽ എന്താണ്, ഏതൊരു ഐറ്റം എഴുതിയാലും ആ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാലും അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവണില്ല. എന്നാൽ ഒരു സാധാരണക്കാരന്റെ കേസ് അങ്ങനെയാണോ, അവർക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രൈസ് കുറേയധികം വില കൂടിയതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കത് എല്ലാ ദിവസവും ആ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുമോ, അത് അഫോർഡബിൾ ആയിരിക്കോ, ഇല്ല അല്ലെ. അവർക്കപ്പോ ഓരോ പേഷ്യൻസിനും അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നത് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഈ ഡയറ്റീഷ്യൻസ് ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകാനായിട്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം, ഡയറ്റ് കൗൺസിലിംഗ് എന്താണെന്ന് കിട്ടാത്തവരൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഡയറ്റ് കൗൺസിലിംഗ് ആർക്ക് വേണ്ടിയിട്ടാണ്, ഔട്ട് പേഷ്യൻസിന് ഒരു ഡയറ്റ് ക്ലിനിക്കുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഡയറ്റിനെ കുറിച്ചുള്ള കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നു. ഔട്ട് പേഷ്യൻസിനാണ് ഈ സേവനം കേട്ടോ. അപ്പൊ ഡയറ്റീഷ്യൻസ് എന്ത് ചെയ്യും, ഇങ്ങനെ കൺസൾട്ട് ചെയ്ത ഡോക്ടറിൽ നിന്നും റെഫറൻസ് കിട്ടുന്ന പേഷ്യൻസ് ഈ ഡയറ്റീഷ്യനെ വന്ന് കൺസൾട്ട് ചെയ്യുന്നു. ഡയറ്റീഷ്യനെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഡയറ്റീഷ്യൻസ് ആ ഓരോ പേഷ്യന്റിന്റെയും സാമ്പത്തിക സ്ഥിതി എന്താണ്, അവരുടെ ബോഡി വെയിറ്റ് എങ്ങനെയാണ്, അവരുടെ രോഗത്തിന്റെ തരം എന്താണ്,
അതുപോലെ എന്തൊക്കെയാണ് അവരുടെ ഫുഡ് നോർമൽ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫുഡ് ടൈപ്പ് അവൈലബിൾ ആണ്, ഏതൊക്കെ ഫുഡ് ടൈപ്പ് അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് ഒരു ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുന്നു. ക്ലിയർ ആയോ? ഇനി ആ പേഷ്യൻസ് അവിടെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. പേഷ്യൻസ് ആർ യൂഷ്വലി ഗിവൺ എ ഡയറ്റ് ടു ബി ഫോളോഡ് ബൈ ദം അലോങ് വിത്ത് സർട്ടൻ ഫുഡ്സ് ഈദർ ടു ബി ഡിസ്കാർഡഡ്. എന്താണ് ഡിസ്കാർഡഡ് എന്ന് പറയുന്നതിന് മീനിങ്? ഡിസ്കാർഡഡ് ഉപേക്ഷിക്കുക അല്ലെ, ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഡിസ്കാർഡഡ്. ടു ബി പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകുക. അറിയാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഡിസ്കാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, ആൻഡ് പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ മുൻഗണന നൽകുക. അപ്പൊ ഇവിടെ ഡയറ്റ് കൗൺസിലിംഗ് വഴി എന്താണ് ഇവരുടെ ഇത്രയും കാര്യങ്ങളെല്ലാം ഡയറ്റീഷ്യൻസ് ശ്രദ്ധിച്ചതിന് ശേഷമാണ് അവിടെ ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നൽകുന്നത് അല്ലെ. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നൽകി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആ ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും വേണം. അതിനോടൊപ്പം ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്താണ്, നമുക്ക് ചിലപ്പോൾ ഇപ്പൊ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആളുടെ തന്നെ എടുക്കാം. നമുക്ക് അവർക്ക് എങ്ങനെയായിരിക്കും, മധുരമുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മധുരമുള്ള സാധനങ്ങൾ കൂടുതൽ കഴിച്ചാൽ എന്ത് പറ്റും? അവരുടെ ഷുഗർ കൺട്രോൾ ആയിരിക്കുന്ന ഷുഗർ ലെവൽ എങ്ങനെയായിരിക്കും? കൂടും. അപ്പൊ അവരുടെ ഫുഡിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഡയറ്റില് ഭക്ഷണം ഷുഗർ ലെവൽ കുറവുള്ള ഭക്ഷണങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്താണ്, അങ്ങനെ ഷുഗർ ഉള്ള സാധനങ്ങളാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ പോലും അവർക്ക് അതിനെ എന്ത് ചെയ്യേണ്ടി വരാം? ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം അല്ലെ. ഇനി ഇഷ്ടമല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യും? മുൻഗണന കൊടുത്തുകൊണ്ട് ഉൾപ്പെടുത്തേണ്ടതായിട്ടും വരാം അവരുടെ ഒരു ഭക്ഷണക്രമത്തിലേക്ക്. ക്ലിയർ ആയോ? അപ്പോ ഡയറ്റീഷ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഡയറ്റ് പ്ലാൻ ഇവർ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ ഇവർ എന്ത് ചെയ്യണം? ചില ഫുഡ് ഐറ്റംസ് ഇവർ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചിലത് എന്ത് ചെയ്യണം? ചില സാധനങ്ങള് ഫുഡ് ഐറ്റംസ് മുൻഗണന കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. അപ്പൊ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറഞ്ഞു, ഡയറ്റ് കൗൺസിലിംഗ് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് തേർഡ് വൺ ആണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടൂലേ? കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞ വ്യവസായപരമായിട്ടുള്ള അല്ലെ. അതെന്താണ് നോക്കി? കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ഇസ് എ സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാന്റീൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലെ ക്യാന്റീൻസ്? കണ്ടിട്ടില്ലേ സ്റ്റാഫ് ക്യാന്റീൻസ് അല്ലെ? അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആ ഒരു ക്യാന്റീൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫ് ക്യാന്റീൻസ് പോലെയുള്ള സേവനങ്ങളാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ കീഴിൽ വരുന്നത്. ഇതെല്ലാം ആരുടെ റോളുമായി ബന്ധപ്പെട്ടതാണ്? ഡയറ്റീഷ്യൻസിന്റെ റോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ സ്റ്റാഫ് ക്യാന്റീൻസ് പോലെയുള്ള സേവനങ്ങള്. എന്താണ് പ്രൊവിഷൻ ഓഫ് മീൽസ് അല്ലെ. അവിടെ എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്? മീൽസ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഉച്ചഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്, ടീ കൊടുക്കുന്നുണ്ട് അല്ലെ, ചായ, കോഫി, സ്നാക്സ് പോലെയുള്ള കൂൾ ഡ്രിങ്ക്സ് പോലെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്താ ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ് അല്ലെ. എപ്പോഴും എന്താണ് പ്രൈവറ്റ് ആയിട്ടൊരു സെപ്പറേറ്റ് പുറത്ത് കൊടുക്കുന്ന ഹോട്ടൽസിനെ അപേക്ഷിച്ചുകൊണ്ട് ഈ ക്യാൻറ്റീനിൽ എപ്പോഴും ഭക്ഷണം എങ്ങനെയായിരിക്കും? വളരെ ചീപ്പർ ആയിരിക്കും അല്ലെ. റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെ. എപ്പോഴും കുറവായിരിക്കില്ലേ. എന്താണ് അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. ഇനി ഇവിടെ എല്ലായിടത്തും ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ചെയ്യേണ്ടത്? ആ ക്യാൻറ്റീൻ, ആ സ്റ്റാഫ് ക്യാൻറ്റീൻ എങ്ങനെയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ അവിടെ നിന്ന് കൊടുക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണപരമായിട്ടുള്ള സേവനങ്ങള് എത്രത്തോളം നല്ലതാണ്, എത്ര നല്ല ക്വാളിറ്റിയിലാണോ അവിടെ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്തതും കൊടുക്കുന്നതും എന്നുള്ള ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണനിലവാരം കൺട്രോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. ഓക്കെ, ദെൻ സർവീസസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ് അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്. ഇനി ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ എന്ന് പറയുന്ന സർവീസ് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? അവിടുത്തെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും അല്ലെ. എല്ലാ സ്റ്റാഫുകൾക്കും അവിടുന്ന് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ അറ്റൻഡൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, അവിടെ സന്ദർശിക്കാൻ ഹോസ്പിറ്റൽ സന്ദർശിക്കുന്ന ആർക്കും ഈ ഒരു ഭക്ഷണങ്ങൾ കിട്ടും അല്ലെ. നമ്മളിപ്പോ ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫുകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, സ്റ്റാഫുകൾക്കാണ് മുൻഗണന. എന്നാൽ കൂടി നമ്മൾ ചെന്നാലും നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ നമ്മൾക്കും എന്ത് ചെയ്യാറുണ്ട്? ഫുഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ? എപ്പോഴും അതെന്താണ്? ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ ആണ്.
ഓക്കെ, ഈ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആരുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുന്നത്? ഡയറ്റീഷ്യൻസിന്റെ നേതൃത്വത്തിലാണ്. ഡയറ്റീഷ്യൻസ് ആയിരിക്കും ഇതിനുള്ള ആവശ്യമായിട്ടുള്ള മെനു പ്രിപ്പയർ ചെയ്യുന്നതും ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തണമെന്നും ആർക്കൊക്കെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകി നിൽക്കുന്നത് ആരായിരിക്കും? ഡയറ്റീഷ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഡയറ്റീഷ്യൻസിന്റെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ ഏതൊരു ഗ്രൂപ്പാണ് പ്രധാനമായിട്ടും വരുന്നത്? സ്റ്റാഫ് ക്യാൻറ്റീൻസ് ആണ് അല്ലെ. വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാഫ് ക്യാൻറ്റീൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സേവനം ആ സ്റ്റാഫുകൾക്ക് മാത്രമല്ല, മറിച്ച് എന്താണ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കും ആ ഒരു സേവനം ലഭ്യമാക്കുന്നുണ്ട്. ഇനി അവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ടീ, കോഫി, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് പോലെയുള്ളവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പുറത്തെ ഒരു ഹോട്ടൽസിനെ അതാണ് ഒരു പ്രൈവറ്റ് പാർട്ടീസ് പുറത്തൊരു ഹോട്ടൽസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് എപ്പോഴും ഈ ക്യാൻറ്റീനിലെ ഫുഡ് എന്ന് പറയുന്നത് ചീപ്പർ റേറ്റ് ആയിരിക്കും അല്ലെ, വളരെ കുറവായിരിക്കും റേറ്റ് എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി എന്താണ്? ഇവിടെ ഈ സ്റ്റാഫ് ക്യാൻറ്റീനിലെ ഫുഡ് നല്ല രീതിയിലാണോ പ്രിപ്പയർ ചെയ്യുന്നത്, നല്ല രീതിയിലാണോ ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്ന വ്യക്തി ആരായിരിക്കണം? അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് മനസ്സിലായോ? 5 പോയിന്റ്സ് ഉണ്ട്. വളരെ സിമ്പിൾ അല്ലേ? നിങ്ങളൊന്ന് ക്യാൻറ്റീനെ കുറിച്ച് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലൊന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഓക്കെ, നെക്സ്റ്റ് എന്താ? Hospitals can have mobile or vending machines in certain locations like OPD, casualty block, etc. അതായത് ഹോസ്പിറ്റൽസിൽ ഇപ്പൊ പ്രധാനമായിട്ടും തിരക്കുള്ള ഒരു ഏരിയകളിലാണ് കേട്ടോ. കാഷ്വാലിറ്റി ബ്ലോക്കിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ അല്ലേ ഹോസ്പിറ്റലിലെ. അതുപോലെ OPD എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, നമ്മുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇരിക്കാറുണ്ട് അല്ലെ, OP ചീട്ട് എടുത്തിട്ട്. അപ്പൊ ആ ഒരു ഏരിയയും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനിരിക്കുന്ന ആ ഒരു ഏരിയയും കുറച്ച് തിരക്കുള്ളതായിരിക്കും അല്ലെ. ഒരു ഡോക്ടറെ 2 ഡോക്ടറെ അല്ലല്ലോ കൺസൾട്ട് ചെയ്യാൻ. ഒത്തിരി ഡോക്ടേഴ്സ് ഇരിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ എന്തുണ്ടാവും? മൊബൈൽ ആയിട്ട് മൂവബിൾ ആയിട്ടുള്ള ഒരു വെൻഡിങ് മെഷീൻസ് ഉണ്ടാവും. ഈ എന്താണ് വെൻഡിങ് മെഷീൻസ് എന്നൊന്ന് എഴുതിയേ നിങ്ങൾ. വെൻഡിങ് മെഷീൻ എന്താണെന്നൊന്ന് നോട്ട് ചെയ്തോ. ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി മറന്നു പോവാണ്ട. എന്താണ് വെൻഡിങ് മെഷീൻ എന്ന് എഴുതിയേ. വെൻഡിങ് മെഷീൻ നോട്ട് ചെയ്തോ കേട്ടോ. വെൻഡിങ് മെഷീൻ. A vending machine is an automated machine. 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 A vending machine is an automated machine that dispenses items such as snacks, tea, coffee, etc. Snacks, tea, coffee, etc. A vending machine is an automated machine that dispenses items such as snacks, tea, coffee, etc. to consumers after cash are to consumers after cash are inserted into the machine. നെക്സ്റ്റ് ഒന്നുകൂടി വായിക്കാം. വെൻഡിങ് മെഷീൻ എന്താണെന്നൊന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. എ വെൻഡിങ് മെഷീൻ ഇസ് ആൻ ഓട്ടോമേറ്റഡ് മെഷീൻ ദാറ്റ് ഡിസ്പെൻസസ് items such as snacks, tea, coffee, etc. to consumers after cash are inserted into the machine. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ എന്താണ് വെൻഡിങ് മെഷീൻ എന്നുള്ളത്. ഒത്തിരി പേര് കണ്ടിട്ട് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെൻഡിങ് മെഷീൻസ്. അതായത് തിരക്കേറിയ ഏരിയാസിൽ നമുക്ക്
ടീയോ സ്നാക്സോ കോഫിയോ ഒക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു വെൻഡിങ് മെഷീൻസ് സ്ഥാപിച്ചിട്ടുണ്ടാവും. അവിടെ അങ്ങനെ ബില്ലിങ്ങിനോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താണ് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ബില്ല് തരാനോ അല്ലെങ്കിൽ ക്യാഷ് മേടിക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയണം. വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ വെൻഡിങ് മെഷീൻ ഈസ് ആൻ ഓട്ടോമേറ്റഡ് മെഷീൻ. A vending machine is an automated machine that dispenses items such as snacks, tea, coffee, etc. to consumers after cash are inserted into the machine. Okay, അപ്പൊ ഇവിടെ മെഷീനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതായത് അവിടെ ആ മെഷീനോടനുബന്ധിച്ച് അവിടെ എന്ത് ചെയ്യും? ഒരു എന്താണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്, അതിന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതൊക്കെ, എത്ര ഐറ്റംസ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ആ ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം എന്താണ് എത്രയാണോ എമൗണ്ട് പേ ചെയ്യേണ്ടത്, ടീ ആണെങ്കിൽ ടീ, കോഫി ആണെങ്കിൽ കോഫി, സ്നാക്സ് ആണെങ്കിൽ സ്നാക്സ്, ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? പേ ചെയ്യണത് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ നമുക്കിപ്പോ ഗൂഗിൾ പേ കാര്യങ്ങളുണ്ട് അല്ലെ, അല്ലെങ്കിൽ പൈസ എന്ത് ചെയ്യണം? മണി എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ക്യാഷ് ആ മെഷീനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിംഗിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഏതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ വെൻഡിങ് മെഷീൻസ് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ? കൂടുതലായിട്ടും കാഷ്വാലിറ്റി ബ്ലോക്കുമായി ബന്ധപ്പെട്ട് OPD-യുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഫിൽറ്റർ കോഫീസ് ഒക്കെ കിട്ടുന്ന വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ എന്താണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്? അതായത് ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻസ് ഉണ്ട് അല്ലെ. സ്റ്റാഫ് ക്യാൻറ്റീൻ ഹോസ്പിറ്റലിൽ ഒരു പ്രധാന ഭാഗമായിട്ടുണ്ട്. എന്നാൽ കൂടി ഇങ്ങനെയുള്ള തിരക്കുള്ള ഒരു ഏരിയാസ് നോക്കി ഇങ്ങനെയുള്ള വെൻഡിങ് മെഷീൻസും ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അപ്പൊ നാലാമത്തെ റോളാണ് അല്ലെ ഡയറ്റീഷ്യൻസിന്റെ. ഫോർത്ത് റോളാണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇവിടെ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്? ബോധവൽക്കരണങ്ങൾ. നമ്മൾ ആ ഒരു ഏതൊക്കെ ഫുഡ് ടൈപ്പ് ഉണ്ട് അല്ലെ, അതെങ്ങനെയാണ് ഓരോരുത്തരിലേക്കും അവരെങ്ങനെയാണ് ഡയറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത്, ഡയറ്റ് എങ്ങനെ അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അവരെങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയൊക്കെയുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കുക. ആർക്കൊക്കെ വേണ്ടിയിട്ടാ? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അല്ലെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിട്ടുള്ള നേഴ്സുമാർക്ക്. എന്താ നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നഴ്സസിനെ അസിസ്റ്റ് ചെയ്യുന്നവർ അല്ലെ, നഴ്സസിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നഴ്സിംഗ് എയ്ഡ്സ്. ആൻഡ് ഓൾസോ റെസിഡൻസ് ആരാണ്? അവിടെ താമസിക്കുന്ന പേഷ്യൻസ് അല്ലെ, റെസിഡൻസ് അവിടെ താമസിക്കുന്ന ആളുകള്. നെക്സ്റ്റ് ടെക്നീഷ്യൻസ്, അവിടുത്തെ ടെക്നീഷ്യൻസ്. അവിടെ വർക്ക് ചെയ്യുന്ന കുക്കുകള്. അവർക്കൊക്കെ എന്ത് ചെയ്യണം? കുഡ് ബി എഡ്യൂക്കേറ്റഡ് അല്ലെ, ബോധവൽക്കരണങ്ങൾ നടത്തണം. കൺസിഡറിങ് ടൈപ്പ് ഓഫ് ഫുഡ്, ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ട്. അതുപോലെ എന്താ? ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അവിടെ ഡയറ്റ് ആണ് കേട്ടോ, ഡീലല്ല, ഡയറ്റ് ആണ്. ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് കൺസിഡർ ചെയ്യണം. അതുപോലെ അത് എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കണം. അതുപോലെ ഓരോ ഭക്ഷണ സാധനങ്ങളെയും കാലോറിക് വാല്യൂ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അവിടെ താമസിക്കുന്ന റെസിഡൻസ് ആയിട്ടുള്ള പേഷ്യൻസിനും ടെക്നീഷ്യൻസിനും കുക്കിനും എല്ലാവർക്കും എന്ത് ചെയ്യണം? ബോധവൽക്കരണ ക്ലാസുകൾ നൽകണം. ആരുടെ റോളാണത്? ഡയറ്റീഷ്യന്റെ റോളാണ്. ആൻഡ് ഓൾസോ എന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദി സ്റ്റാഫ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണം? ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാമുകൾ. എന്താണ്? അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഡയറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തരും ഡയറ്റ് എടുക്കുമ്പോൾ അത് അവരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, നല്ല രീതിയിലാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുന്നത്, അതിനനുസരിച്ച് എങ്ങനെ ഡയറ്റ് പ്ലാനുകളിൽ വ്യത്യാസം വരുത്തി കൊടുക്കാം, അവരുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥയുടെയും കാര്യങ്ങളൊക്കെ എങ്ങനെ കൺസിഡർ ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെ അവർക്ക് എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ കൊടുക്കണം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ആ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ആ ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്ന അതിനുവേണ്ടി സഹായിക്കുന്നതായിട്ടുള്ള സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണം? ടീച്ചിങ് പ്രോഗ്രാമുകൾ കൊടുക്കണം.
കൊടുക്കണം. ഓക്കെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ എടുത്ത് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അതുപോലെ തന്നെ ഗവേഷണങ്ങൾ നടത്താനായിട്ടും റിസർച്ചുകൾ ഈ ഡയറ്റുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾ നടത്തേണ്ടതും ആരുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്, നമ്മുടെ ഡയറ്റീഷ്യന്റെ റോളിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ ഏതൊക്കെയാണ് പറയുന്നത്? ഹോസ്പിറ്റൽ സ്റ്റാഫുകളായിട്ടുള്ള നഴ്സസിന്, നഴ്സിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻസുകൾ അല്ലെ, അസിസ്റ്റന്റുമാരില്ലേ അവർക്ക്, തന്നെ അവിടെ താമസിക്കുന്ന റെസിഡൻസിന്, ടെക്നീഷ്യൻസിന്, കുക്കുകൾക്ക് എന്ത് ചെയ്യണം? ഓരോ ഫുഡ് ടൈപ്പ്, പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്, അത് ഏതൊക്കെ തരമാണ്, അതിന്റെ അതെങ്ങനെയാണ് ഉൾപ്പെടുത്തിയാണ് ഒരു സമീകൃത ആഹാരം ഉണ്ടാക്കേണ്ടത്, ഓരോ ഭക്ഷണ സാധനങ്ങളിലും എത്രത്തോളം കലോറീസ് അടങ്ങിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെ, ഒരു ബോധവൽക്കരണം കൊടുക്കണം. അതുപോലെ തന്നെ എന്താ, അവിടെ വർക്ക് ചെയ്യുന്ന ഈ ഡയറ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താ ഒരു ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാമുകൾ അവരെ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയും വളരെ നല്ല രീതിയിൽ അവരെ ടീച്ച് ചെയ്ത് എന്ത് ചെയ്യണം? ആ ഓരോ ഫുഡ് ടൈപ്പും അതിൻ്റെതായ ഡയറ്റുകൾ എങ്ങനെ, ഓരോ പേഷ്യൻസിനും ഡയറ്റുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്, അതെങ്ങനെ അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും അതിനുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. then എന്താ റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടത്തണം. ഈ ഡയറ്റുമായി ബന്ധപ്പെട്ട് ഓരോ ഫുഡ് ടൈപ്പുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങളും നടത്താനായിട്ട് ആരാ സ്വിം ചെയ്തിരിക്കുന്നുണ്ട്? ഡയറ്റീഷ്യൻസ് ആണ് അതിന്റെ പ്രധാന റോളുകൾ പ്ലേ ചെയ്യേണ്ട ഒരാളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, 4 എണ്ണമാണ് നമ്മൾ പഠിച്ചത് അല്ലെ. റോൾ ഓഫ് ഡയറ്റീഷ്യൻസിൽ ഏതൊക്കെയാണ് 4 എണ്ണം പഠിച്ചത്? ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് പഠിച്ചു, ഡയറ്റ് കൗൺസിലിംഗ് പഠിച്ചു, ആൻഡ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് പഠിച്ചു, ആൻഡ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് പഠിച്ചു അല്ലെ. അപ്പൊ അതിൽ ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഇൻ പേഷ്യൻസ് അല്ലെ, അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എപ്പോഴും ഭക്ഷണം എങ്ങനെയായിരിക്കണം? ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അതുപോലെ ആവശ്യമായിട്ടുള്ള കലോറീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീകൃത ആഹാരമായിരിക്കണം നൽകേണ്ടത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം അല്ലെ. രോഗാവസ്ഥ എന്താണ്, അതുപോലെ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ ആവശ്യങ്ങളുണ്ടോ, നോർമൽ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഓരോ സ്റ്റേറ്റിലെയും നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു പ്ലാനുകളായിരിക്കണം തയ്യാറാക്കിയാണ് ഫുഡ് കൊടുക്കേണ്ടത്. ഡയറ്റ് കൗൺസിലിംഗിൽ വരുമ്പോൾ ഏതാ? ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ആണ് അല്ലെ. അവിടെ ഡയറ്റീഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവരുടെ എക്കണോമിക് കണ്ടീഷൻ ആയിക്കോട്ടെ, അവരുടെ ബോഡി വെയിറ്റ്, അവരുടെ രോഗാവസ്ഥ എന്താണ്, ഫുഡ് ഹാബിറ്റ് എന്താണ്, ഏതൊക്കെ ഫുഡുകൾ അവൈലബിൾ ആണ്, ഏതൊക്കെ ഫുഡുകൾ അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുന്നു. ആ പേഷ്യൻസ് കറക്റ്റ് ആയിട്ട് ആ ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്യണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? അവർക്ക് ഇഷ്ടമുള്ള ചില ഫുഡുകൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിസ്കാർഡ് ചെയ്യുക അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിലോ ചിലതിന് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തേണ്ടതായിട്ടും വരുന്നുണ്ട്. നെക്സ്റ്റ് ഏതാ? കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വന്നോളാം? ക്യാൻറ്റീൻ ഓർമ്മ വന്നോളാം കേട്ടോ, സ്റ്റാഫ് ക്യാൻറ്റീൻസ് ഓർമ്മ വന്നോളാം. അപ്പൊ ഇവിടെ സ്റ്റാഫ് ക്യാൻറ്റീൻസ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മാത്രമല്ല, മറിച്ച് അവിടെ വരുന്ന വിസിറ്റേഴ്സിനും അല്ലെങ്കിൽ അതിഥികളുടെ സന്ദർശകർക്കും വേണ്ടിയിട്ടും ഈ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ എങ്ങനെയാണ്? മീൽസ് കിട്ടുന്നു, ടീ കിട്ടും, കോഫി കിട്ടും, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് പോലെയുള്ള ഒത്തിരി സർവീസുകൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ പുറത്തെ ഓരോ ഹോട്ടലിനെ അപേക്ഷിച്ച്, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ക്യാൻറ്റീനിൽ ഫുഡ് എപ്പോഴും വളരെ ചീപ്പർ അല്ലെ, കുറവായിരിക്കും. ദെൻ ഓൾസോ അവിടെ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ സ്റ്റാഫ് ക്യാൻറ്റീൻ ശരിയായ രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ ഗുണനിലവാരം, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിലും ഫുഡ് ഡെലിവർ ചെയ്യുന്നതും നല്ല ക്വാളിറ്റിയിലാണോ അത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ദെൻ അവിടെ എന്താ, നമ്മൾ വേറൊരു കൂട്ടം പറഞ്ഞു അല്ലെ, മൊബൈൽ അല്ലെങ്കിൽ വെൻഡിങ് മെഷീൻസ് പറഞ്ഞു. OPD ആൻഡ് കാഷ്വാലിറ്റി ബ്ലോക്കുകൾ പോലെയുള്ള തിരക്കുള്ള ഏരിയകളിൽ വെൻഡിങ് മെഷീൻസ് ഉണ്ടാവും. അവ എന്തായിരിക്കും? ഓട്ടോമേറ്റഡ് മെഷീൻ ആണ്. ഏതാണോ നമുക്ക് സ്നാക്ക് ആണോ, ടീ ആണോ, കോഫി ആണോ, ഏതാണോ ആവശ്യമുള്ളത് അതിൽ ആദ്യം പൈസ എന്ത് ചെയ്യണം? മണി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. എത്രയാണോ ക്യാഷ് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് ലഭ്യമാകും. നമുക്ക് എടുത്തു തരാനോ ബില്ല് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും വേറൊരാളുണ്ടായിരിക്കില്ല. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് അല്ലെ. അവിടെ എന്താണ്? എഡ്യൂക്കേഷൻ കൊടുക്കണം. അവിടുത്തെ സ്റ്റാഫുകൾക്ക്, നേഴ്സസിനായിക്കോട്ടെ, നഴ്സിംഗ് അസിസ്റ്റൻസിനായിക്കോട്ടെ, അവിടെ റെസിഡൻസ് അല്ലെങ്കിൽ താമസിക്കുന്ന പേഷ്യൻസിനായിക്കോട്ടെ, ടെക്നീഷ്യൻസിനായിക്കോട്ടെ, കുക്കുകൾക്കൊക്കെ എന്ത് ചെയ്യണം?
ചെയ്യണം, ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണം നൽകണം. ദെൻ ഓൾസോ എന്താ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഓരോ ഭക്ഷണങ്ങള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഓരോ ഫുഡുകൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ടൈപ്പ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, അവർക്ക് ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ടീച്ചിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കേണ്ടതും ഡയറ്റീഷ്യനാണ് അല്ലെ. അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളും നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഒന്ന് വേഗം വായിച്ചു നോക്കി. ഇന്നെടുത്തത് ഏതൊക്കെയാ നമ്മൾ എടുത്തേ? സോഫ്റ്റ് ഡയറ്റ് എടുത്തു അല്ലെ. സോഫ്റ്റ് ഡയറ്റ് പറഞ്ഞു, ഡയബറ്റിക് ഡയറ്റ് പറഞ്ഞു, ഹൈ പ്രോട്ടീൻ ഡയറ്റ് പറഞ്ഞു, ലിക്വിഡ് ഡയറ്റ് പറഞ്ഞു, ആൻഡ് ഓൾസോ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ പറഞ്ഞു, സ്റ്റാഫിംഗ് പറഞ്ഞു, റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് എന്താണെന്ന് പറഞ്ഞു, അതിൽ 4 എണ്ണം പറഞ്ഞു അല്ലെ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറഞ്ഞു, ഡയറ്റ് കൗൺസിലിംഗ് പറഞ്ഞു, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് പറഞ്ഞു, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് പറഞ്ഞു. ഇത്രയും എടുത്തതൊന്ന് വേഗം വായിച്ചു നോക്കിയേ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വേഗം ചോദിച്ചേ. ലിക്വിഡ് ഡയറ്റ് പറയണോ? ഓക്കെ, ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫുൾ ആയിട്ടുള്ള ലിക്വിഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? അവര് സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒന്നും കഴിക്കില്ല. സോളിഡ് ആയിട്ടുള്ള ഫുഡുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഖരപദാർത്ഥങ്ങള് അല്ലെ. അപ്പോ നമ്മുടെ വാട്ടർ ആയിട്ടുള്ള ഫുഡ്, ഇപ്പൊ സൂപ്പ്, ജ്യൂസസ് പോലെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ അവർ കഴിക്കുള്ളൂ. പ്രധാനമായിട്ടും ആർക്ക് വേണ്ടിയിട്ട്? ഇപ്പൊ കിടപ്പ് രോഗികളായിട്ട് നമ്മൾ ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളില്ലേ, അവർക്കൊക്കെ എങ്ങനെയാണ്? ലിക്വിഡ് ആയിട്ടുള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൂടുതലും അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ കൂടുതലും ലിക്വിഡ് ഡയറ്റ്സ് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാൻ പറയാറ്. ക്ലിയർ ആയോ? ലിക്വിഡ് ആയിട്ടുള്ളത് മാത്രമേ അവര് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഓക്കെ, എന്താണ് പറഞ്ഞത്, ചോദിച്ചത്? സോഫ്റ്റ് ഡയറ്റ് ആണോ? സോഫ്റ്റ് ഡയറ്റിന്റെ നോട്ടാണോ ചോദിക്കുന്നത്? സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ഡയറ്റ് is a diet refers to food that is soft in texture അല്ലെ. വളരെ മൃദുവായിട്ടുള്ള ഘടനയായിരിക്കും ആ ഒരു ഫുഡിന്റെ. അതുപോലെ എന്താ? easy to digest and easy to digest. A soft food diet refers to food that is soft in texture and easy to digest. വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതും വളരെ മൃദുവായിട്ടുള്ള ഘടനയുള്ളതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്ന ഫുഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ് ഡയറ്റ് ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാന്നൊക്കെ ഡോക്ടേഴ്സ് പറയാറില്ലേ, അത് തന്നെയാണ് സോഫ്റ്റ് ഡയറ്റ് കേട്ടോ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. അടുത്തത് ക്ലിയർ ആയിരുന്നോ? ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആരെങ്കിലും കൊണ്ടൊന്ന് ചോദിച്ചൊന്ന് പറയിപ്പിച്ചാലോ? ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാഫിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റാഫിങ്ങിൽ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഓർഗാനോഗ്രാം ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് അവരുടെ ഓരോരുത്തരുടെയും വർക്കിന്റെ ലെവലിന് ബേസ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു ഗ്രാഫ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ തെറ്റിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, കറക്റ്റ് ഓർഡറുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് വരാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്താ ഇപ്പൊ മെഡിക്കൽ സൂപ്പർവൈസർ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സോ ഒക്കെ ആയിരിക്കും കൊടുക്കുക.
അപ്പൊ ഒരു കറക്റ്റ് ഓർഡറിലുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് വരാറുണ്ട്. അല്ല എങ്കിൽ എന്താണ് നമ്മൾ അവരുടെ ഓർഗാനോഗ്രാം പഠിച്ചതുപോലെ സൂപ്പർവൈസേഴ്സിന് കീഴിൽ ആരൊക്കെ വരുന്നുണ്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കുക്കിന് കീഴിൽ ആരാണ് വരുന്നതെന്ന് ചോദിക്കാം, ദെൻ ബെയറേഴ്സിന് കീഴിൽ ആരാണ് വരുന്നതെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പൊ ആ ഒരു ആരോ ഇട്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഓരോരുത്തരും വരുന്ന ആ ഒരു പ്ലേസ് എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആരെ വിളിക്കാം? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഉണ്ടോ? എന്താണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ശ്രീലക്ഷ്മി ബാബു, ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്താ? ഇല്ല. ഓക്കെ, അരുണിമ PS. അരുണിമ, എല്ലാരും ഉറങ്ങാണോ? അരുണിമ, ഇല്ല. ബോയ്സ് ആരുമില്ലേ ഈ ഗ്രൂപ്പില്? ബോയ്സ് ആരുമില്ല? ബോയ്സിന്റെ ഒന്നും സൗണ്ട് കേൾക്കാറേ ഇല്ല. ബോയ്സ് ഉണ്ട്. ഉണ്ട്, ആരും ആക്റ്റീവ് അല്ല അല്ലേ? ഓക്കെ, എന്നാ ലയാമോൾ, ലയാമോൾ, ലയാമോൾ ഉണ്ടോ? അപ്പൊ എന്താണ് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാല്? High protein diet is a diet which contains food rich in proteins are beneficial for daily routines. Okay, very good. Then next one, ആര് പറയും ലിക്വിഡ് ഡയറ്റ്? ആര് പറയും ലിക്വിഡ് ഡയറ്റ്? ലിക്വിഡ് ഡയറ്റ് ആര് പറയും? ഞാൻ പറഞ്ഞോട്ടെ മാം. കാരുണ്യ പറഞ്ഞോ. A full liquid diet means a person is no solid food and only consumes liquids such as soup and juices. ജ്യൂസോ സൂപ്പോ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന പേഷ്യൻസ്. നമ്മള് ചിലർക്ക് സോളിഡ്സ് ഒന്നും കഴിക്കാൻ പറ്റാതെ അത് വേണ്ടി മാത്രം. ഓക്കെ, വെരി ഗുഡ്. ദെൻ എന്താണ് ഒരു സോഫ്റ്റ് ഡയറ്റ്? വിജി എന്ന് പറഞ്ഞ സോഫ്റ്റ് ഡയറ്റ് എന്താണെന്ന്? Soft food diet refers to food that is soft in texture and easy to digest. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് പ്രൊവൈഡ് ചെയ്യുക. അത് ഓപ്പറേഷൻ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് കൂടുതൽ അത് പ്രിഫർ ചെയ്യാറ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് വൺ, വേറെ ഒരാള് പറഞ്ഞേ എന്താണ് എവിടെയായിരിക്കണം നമ്മുടെ ഡയറ്ററി സർവീസിന്റെ ലൊക്കേഷൻ വരേണ്ടത്? എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ആൻഡ് ഓൾസോ എന്തൊക്കെയാണ് പ്രധാന മെയിൻ 4 റോൾസ്? 4 റോൾസ് എന്തൊക്കെയാണ്? വിദ്യ, സുജിത്ത് എന്ന് പറഞ്ഞ 4 റോൾസ് എന്താണ്? ഡയറ്റീഷ്യന്റെ 4 റോൾസ് പറഞ്ഞില്ലേ? Inpatient catering, dietary counseling, commercial catering, education, training and research. Okay, education, training and research. അതില് ഡയറ്റ് കൗൺസിലിംഗ് ഏതാണ്? വേദ മോഹൻ. വേദ, ഡയറ്റ് കൗൺസിലിംഗ് എന്താണ് വേദ? ഇല്ല. ഡയറ്റ് കൗൺസിലിംഗ് എന്താണ്? വേറെ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ഡയറ്റ് കൗൺസിലിംഗ് മീൻസ് OPയിൽ വന്നു പോകുന്ന പേഷ്യൻസിനാണ് ഡയറ്റ് കൗൺസിലിംഗ് വരുന്നത്. അവർക്ക് അവരുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടും അതുപോലെ അവരുടെ അസുഖത്തിനനുസരിച്ചിട്ടും അതുപോലെ അവരുടെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ചിട്ട് പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, എന്തൊക്കെ ഫുഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ അവരുടെ ക്യാഷ്, അവരുടെ എക്കണോമി, അവരുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് അവർക്കൊരു ഫുഡ് ഡയറ്റ് കൗൺസിൽ ചെയ്ത് കൊടുക്കുക. അവർക്ക് അല്ലെങ്കിൽ ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് ഫങ്ഷൻസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും നോക്കിയിട്ട് വരാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു.
അതെ, ആ സോഫ്റ്റ് ഡയറ്റിന്റെ നോട്ട് ഒന്ന് പറഞ്ഞു തരാമോ? എന്തിന്റെ ടൈപ്പ് ഇതാ സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ്